അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് തൗബ ചെയ്. ഏറ്റവും കുറഞ്ഞ തൗബ ഏതാ? ഏറ്റവും കുറഞ്ഞ തൗബ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു മനുഷ്യൻ പറയേണ്ട രീതിയിൽ ഒരാൾ ഇഖ്ലാസോടുകൂടി അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ മതി, അവന്റെ പാപം പൊറുക്കും. അത് വെറുതെ പറയാനുള്ള ഒരു ദിക്റല്ല. അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞ തൗബയാ. അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞ തൗബയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പറയേണ്ട രീതിയിൽ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ മതി, പാപം പൊറുക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു അസ്തഗ്ഫിറുല്ലാ പറ, ഉറക്കെ പറ. എന്താ അസ്തഗ്ഫിറുല്ലയുടെ മഹത്വം? എന്താ അസ്തഗ്ഫിറുല്ലയുടെ മഹത്വം? എന്താ? ചുമ്മാതെ ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാ ഇങ്ങനെ അടിച്ചാ പോരാ. അസ്തഗ്ഫിറുല്ലയുടെ മഹത്വം എന്തെന്നറിയോ? ഒരു ദിവസം 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര വട്ടം പറയണം? എത്ര വട്ടം പറയണം? ഒരു പാപവും ചെയ്യാത്ത മുത്തുനബി 100 വട്ടം പറഞ്ഞു. ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ 100 വട്ടം പറഞ്ഞു. നമ്മൾ എത്ര വട്ടം പറയണം? 1000ഓ? സുബ്ഹാനല്ലാഹ്, 1,00,000 പ്രാവശ്യം പറയണം ഒരു ദിവസം. ആ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ, കാരണം ഇന്ന് ചെയ്ത പാപത്തിന്റെ കണക്ക് നിനക്ക് തന്നെ അറിയില്ല, പിന്നല്ലേ ബാക്കി. അപ്പൊ ഒരു ദിവസം 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ പറയണം. എന്താ പ്രതിഫലം? എന്താ പ്രതിഫലം? 700 പാപങ്ങൾ പൊറുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഒരു ദിവസം 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ എത്ര പാപം പൊറുക്കും? അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത 700 പാപം പൊറുക്കും. അതിൽ കൂടുതൽ അല്ലാഹു അലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? മഹാനായ ഇമാം ഗസാലി തങ്ങളുടെ ഇങ്ങനെ മുന്നിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ മഴയില്ല, വെള്ളക്ഷാമമാ, എന്ത് ചെയ്യണം? അസ്തഗ്ഫിറുല്ലാ പറ. അദ്ദേഹം പോയി. രണ്ടാമതൊരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ കച്ചവടമൊക്കെ നഷ്ടത്തില്ല, തങ്ങളെ ഇപ്പൊ കന്ന് കച്ചവടമൊന്നും ഇല്ലല്ലോ അല്ലേ, വലിയ ബുദ്ധിമുട്ടല്ലേ അല്ലേ? എന്ത് ചെയ്യണം തങ്ങളെ? അസ്തഗ്ഫിറുല്ലാ പറ. മൂന്നാമതൊരാൾ വന്നു, തങ്ങളെ മക്കളില്ല, കല്യാണം കഴിഞ്ഞിട്ട് കുറെ നാളായി, എന്ത് ചെയ്യണം? അസ്തഗ്ഫിറുല്ലാ പറ. അപ്പൊ ഇത് കേട്ടോണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി ഇമാം ഗസാലി തങ്ങളോട് ചോദിച്ചു, 3 പേർക്കും ഒരു മരുന്ന് തന്നെയാണോ? ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി, ഒരാൾക്ക് നെഞ്ചുവേദന, ഒരാൾക്ക് കാലിന് ബുദ്ധിമുട്ട്, ഒരാൾക്ക് വേറെന്തെങ്കിലും ബുദ്ധിമുട്ട്. 3 പേരും മരുന്ന് വാങ്ങുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു കുപ്പിക്കകത്തുനിന്ന് വാരി തരാറുണ്ട് അല്ലേ? ഒരു കുപ്പിന്ന് ഇങ്ങനെ വാരിത്തരും. അതെന്താന്ന് എനിക്കറിയില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഗുളിക എടുത്തു നോക്കിയാൽ എല്ലാവർക്കും കാണാം ഒരു ഗുളിക. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, ഞാൻ ഗവൺമെന്റ് ആശുപത്രിയെ മോശമാക്കി കണ്ടതല്ല, അതിനകത്ത് എന്തെങ്കിലും കാണും, അല്ലാഹു അലം. അപ്പോ ഈ കുട്ടി ചോദിച്ചു, ഉസ്താദെ, കച്ചവടം ഇല്ല എന്ന് പറഞ്ഞവനും അസ്തഗ്ഫിറുല്ലാ, മക്കളില്ല എന്ന് പറഞ്ഞവനും അസ്തഗ്ഫിറുല്ലാ, മഴയില്ലെന്ന് പറഞ്ഞവന് അസ്തഗ്ഫിറുല്ലാ, 3 പേർക്ക് എന്താ ഒരു മരുന്നെന്ന്? അപ്പൊ പറഞ്ഞു, അല്ല പറഞ്ഞതാ, യുർസിലി സമാ അലൈക്കും മിദ്റാറാ വയുംതിദുക്കും ബി അംവാലിൻ വബനീൻ. അല്ലയാ പറഞ്ഞ മരുന്ന്. അസ്തഗ്ഫിറുല്ലാ പറയാനാ പറഞ്ഞ. മഴയില്ലേ, കിണറ്റി വെള്ളമില്ലേ, അസ്തഗ്ഫിറുല്ലാ പറ. ജോലിയില്ലേ, ബുദ്ധിമുട്ടാണോ, അസ്തഗ്ഫിറുല്ലാ പറ. മക്കളില്ലേ, എന്ത് പറയണം? അസ്തഗ്ഫിറുല്ലാ പറ. മക്കളെ കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ ഒരു ദിവസം ചെയ്ത 700 പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. പിന്നെന്താ പ്രതിഫലം? ഹദീസ് നീളമുള്ളതാ. അള്ളാഹു പറയുന്നു, മുത്തുനബി പറയുന്നു, അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ അള്ളാഹു അവന് താങ്ങാൻ കഴിയാത്ത വേദന കൊടുക്കൂല. അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിനക്ക് താങ്ങാൻ പറ്റാത്ത വേദന അല്ലാഹു നിനക്ക് തരൂല. 2, അള്ളാഹു നിന്റെ ജീവിതം ഇടുക്കമാക്കൂല. അള്ളാഹു നിന്റെ ജീവിതം ഇടുക്കമാക്കൂല, നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടുത്തൂല അല്ലാഹ്. 4, നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹു നിനക്ക് ഭക്ഷണം തരുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ. ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും പൊറുക്കണം. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. പൊറുക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. ഇന്ന് വരെ ചെയ്ത പാപം പൊറുക്കാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? ഇന്ന് വരെ ചെയ്ത പാപം പൊറുക്കാനുള്ള ഒരു വഴി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരൊറ്റ ചരിത്രം ഞാൻ പറയാം.
ഒരേ ഒരു ചരിത്രം പറയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കാനുള്ള വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ നിങ്ങൾ അധികരിപ്പിക്കണേ. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, മോശമായ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അത് പറഞ്ഞ നിന്റെ പാപം പൊറുക്കുകയാ. അല്ലാഹു നിനക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ തരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണേ. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിനോട് പറഞ്ഞിട്ട് വേണം നിങ്ങൾ മരിക്കാൻ. തൗബ ചെയ്യാതെ മരിക്കരുത് പെങ്ങളെ, തൗബ ചെയ്യാതെ മരിക്കരുത്. അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് ഇത് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കരയണേ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, സ്വർഗം വേണോ? ഈമാനുള്ള മരണം വേണോ? പാപങ്ങൾ പൊറുത്തവനായ രീതിയിൽ നിങ്ങൾക്ക് മരണപ്പെടണോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരികയാണ്. മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരുമ്പോ സ്വഹാബികളിരുന്ന് ഖുർആൻ ഓതുകയാ. സ്വഹാബികളിരുന്ന് ഖുർആൻ ഓതുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് പോയിരുന്നു. അതാ സ്വഹാബികൾ ഖുർആൻ മടക്കി വെച്ചു. ഖുർആൻ ഓതിക്കൊണ്ടിരുന്നവർ ഖുർആൻ മടക്കി വെച്ചു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഓതു സ്വഹാബ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതു. പടച്ചവനെ, സഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഏത് സൂറത്താ ഓതേണ്ടത്? ഏത് സൂറത്താ ഓതേണ്ടത്? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവര് കൈവക്കാൻ പറഞ്ഞു. എല്ലാരും പൊക്കി. ഞാൻ സ്വർണം ചോദിച്ചത് വെറുതെയാ. അല്ലാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഖുർആനിലെ ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ഓതിയാ മതി, രക്ഷപ്പെടും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഓതുവോ? ഓതുവോ? ഇൻഷാ അല്ലാഹ്. ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്. നിങ്ങൾ സ്റ്റേജിൽ ഇരിക്കുന്നവരിയ്ക്കും. ഇൻഷാ അല്ലാഹ്. ആ കസേര ഒന്ന് ഫ്രണ്ടിലോട്ട് കയറ്റിക്ക്. ദുആ ചെയ്യട്ടെ. വാ വാടാ മക്കളെ, കസേര എടുത്ത് ഫ്രണ്ടിലോട്ട് കയറിക്കും. അവനവന്റെ കാര്യം. അപ്പന വലിക്കല്ലേ, വലിക്കല്ലേ, കസേര വലിക്കരുത്. ആണുങ്ങളൊക്കെ ഫ്രണ്ടിലോട്ട് കയറ്. ബാ 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 ബാ. കഴിഞ്ഞു. ആ വാതിലിൽ നിൽക്കുന്ന സംഘാടകര് മൊത്തം കയറ്. ഞാൻ ദുആ ചെയ്യാൻ പോ. കയറിക്കോ. ബാബാ, കസേര വലിക്കല്ലേ, കസേര വലിക്കരുത്. വാ. അൽഹംദുലില്ലാഹ്. ഖുർആനിലെ ഒരു സൂറത്ത് പറഞ്ഞു തരാം രക്ഷപ്പെടാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബാബാ ബാ, ഇരിക്കട. ആ ചെങ്ങാതിമാരൊക്കെ ഇരിക്കും. ബാൽക്കണിയിൽ ഇരിക്കട. അവിടെ ഇരിട. ആ മൂന്നെണ്ണത്തിന് വിളിയിട. അവനെ കൂടെ പിടിച്ചിരുത്തറ. ഇനി പുറത്താരെങ്കിലും ഉണ്ടോ? പുറത്താരെങ്കിലും ഉണ്ടോ? ആ സംഘാടകന്റെ പേരെന്താപ്പാ? ആ നിൽക്കുന്നവന്റെ അത് ഒപ്പിട്ടെ. കേറിയോ? എല്ലാരും കേറിയോ? ആ, ഒരു സംഘാടകൻ എഴുന്നേറ്റേ. ഒരു സംഘാടകൻ എഴുന്നേറ്റേ. ഈ പരിപാടിയുടെ ഒരു സംഘാടകൻ. ആ വാതിൽ പോയി അടച്ചിട്ടെ. ഓഡിറ്റോറിയത്തിന്റെ ആ വാതിൽ അടച്ചേരെ. ഇനി പുറത്തേക്കൊന്നും കേൾക്കണ്ട. പോട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ രണ്ടുപേരും ഇരിക്കണില്ലേ? കസേരയില്ലേ? ഒരു കസേര കൊടുക്കടോ. ആ രണ്ട് ഇവിടെ കിടക്കുന്ന കാക്ക. കാക്ക, ആ രണ്ടുപേർക്കും കസേര കൊടു. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വാതിലടക്കി ചങ്ങാതി. അടയ്ക്കാൻ പറ്റൂലേ? എന്താ? കേബിൾ പറ്റുന്നത്ര അടച്ചിട്. ഇതിനൊന്നും ഒന്നും പുറത്തേക്ക് ചാടണ്ട, അകത്തേക്കും കയറണ്ട. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായി നബിയിന റസൂലുള്ളാഹി. അപ്പൊ ഈ കുട്ടികളൊക്കെ നന്നാകണ്ടേ? ചില കുട്ടികൾ ഉസ്താദെ പഠിക്കണില്ല. ഉസ്താദ്
ഉസ്താദെ പഠിക്കണില്ല എന്ന് പരാതി പറയും. നന്നാകാനുള്ള വഴി പറഞ്ഞു തരാടോ. ഏത് നന്നാകാത്തകനും നന്നാകാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സഹാബത്തിന്റെ ഇടയിൽ പോയിട്ട് പറഞ്ഞു ഖുർആൻ ഓതാൻ. സഹാബത്ത് ചോദിച്ചു, ഏത് സൂറത്ത് ഓതണം നബിയെ? നബി തങ്ങൾ പറഞ്ഞു, സൂറത്തു തക്കാസുർ, അൽഹാകുമുത് തക്കാസുർ. അൽഹാകുമുത് തക്കാസുർ എന്ന് പറയുന്ന സൂറത്ത് ഓതാൻ പറഞ്ഞു. സഹാബികൾ ഓതാൻ തുടങ്ങി, നബി കരയാൻ തുടങ്ങി. ഈ സൂറത്ത് ഓതാൻ തുടങ്ങിയപ്പോ നബി തങ്ങൾ കരയാൻ തുടങ്ങി. ഓതി തീർന്നപ്പോ നബി തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്താ കരയാത്തത്? നിങ്ങൾ എന്താ കരയാത്തെ? സഹാബികൾ പറഞ്ഞു, ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല നബിയെ. നബി തങ്ങൾ പറഞ്ഞു ഓതാൻ. രണ്ടാമത് ഓതാൻ പറഞ്ഞു. രണ്ടാമത് മോദി നബി തങ്ങൾ കരയുന്നത് കണ്ടപ്പോ കുറച്ച് സഹാബികൾ കരഞ്ഞു, കുറച്ചു പേര് കരഞ്ഞില്ല. അപ്പൊ നബി തങ്ങൾ ഓതി കഴിഞ്ഞപ്പോ ചോദിച്ചു, നിങ്ങൾ എന്താ കരയാത്തെ? കരച്ചിൽ വരുന്നില്ല നബിയെ. നബി തങ്ങൾ പറഞ്ഞു, കരയണം. സീരിയൽ കണ്ടിട്ടല്ല കരയണ്ടേ. മരിച്ച വീട്ടിൽ പോയിരുന്ന് കരഞ്ഞാൽ മരിച്ചവൻ തിരിച്ചു വരുമോ? രോഗം പിടിച്ച് കിടക്കുന്നവൻ്റെ അടുത്ത് പോയി കരഞ്ഞാൽ രോഗം മാറുമോ? മാറൂല. നബി തങ്ങൾ പറഞ്ഞു, ഈ സൂറത്ത് ഓതുമ്പോ നിങ്ങൾ കരയണം. കരച്ചിൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണമെന്ന് നബിയനാ റസൂലുള്ളാഹി. എന്താ പറഞ്ഞേ? ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയാൻ പറ്റുമെങ്കിൽ കരാ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അഭിനയിക്കാൻ അറിയാലോ, അഭിനയിക്കാൻ അറിയാലോ, അഭിനയിക്കണം. പെങ്ങളെ കരയണം മോളെ. സീരിയൽ കണ്ടിട്ടല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ബോധം കെട്ട് തന്നെ വീണു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്തോതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോ നഫീസ റളിയല്ലാഹു തആല അൻഹ ബോധം കെട്ട് താഴെ വീഴുകയാ. ആരാ നഫീസ എന്നറിയോ? സിനിമാ നായികയല്ല, സീരിയൽ നായികയല്ല. നിന്നെക്കാളും മുമ്പേ ഈ ലോകത്ത് കടന്നു വന്നു പോയ നിന്നെ പോലെ വികാരമുള്ള, വിചാരമുള്ള, മോഹങ്ങളുള്ള, സ്വപ്നങ്ങളുള്ള നഫീസത്തുൽ മിസ്രിയുടെ ഗ്ലാമർ നിനക്കറിയുവോ പെങ്ങളെ? ഈജിപ്തിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളവർക്കറിയാ പടച്ചവനെ എന്തൊരു സൗന്ദര്യമാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മരണത്തെക്കുറിച്ച്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന അധ്യായം കേട്ടപ്പോ അവിടുന്ന് ബോധം കെട്ട് വീഴുകയാണ്. പടച്ചവനെ വഴുത് കേൾക്കാമെന്ന് എല്ലാവരും പോയി. അവസാനം നഫീസത്തുൽ മിസ്രിക്ക് ബോധം വന്നു. എഴുന്നേറ്റ് ഓടുകയാ, തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഓടി ചെന്നിട്ട് പടച്ചവനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മുസല്ല എടുത്തു മാറ്റി. സാധാരണ നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് മുസല്ല എടുത്തു മാറ്റി മണ്ണ് കുടിക്കുന്ന ആയുധമെടുത്തു. എന്നിട്ട് കതകടച്ചിട്ട് വീടിന്റെ അകത്ത് ഖബർ കുടിക്കാൻ തുടങ്ങുകയാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിന്റെ അകത്ത് ഖബർ കുടിച്ചുമ്മാ. ആരും കാണാതെ, ആരും അറിയാതെ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് നഫീസ ഖബർ കുഴിക്കുകയാണ്. കരയുകയാ. കരഞ്ഞുകൊണ്ടാ ഖബർ കുഴിക്കുന്നത്, കരഞ്ഞുകൊണ്ടാണ് ഖബർ കുഴിക്കുന്നത്. പടച്ചവനെ പകലല്ല രാത്രിയിലാണ്. പകല് മുഴുവനും നോമ്പാണ്, രാത്രിയിലാണ് ഖബർ കുഴിക്കുന്നത്. ആരും അറിയാതെ തന്റെ വീടിന്റെ അകത്ത് ഖബർ കുഴിച്ചു. ഖബറിന്റെ പണി കഴിഞ്ഞപ്പോ ാണ്. എന്നിട്ട് മുസല്ല എടുത്തുകൊണ്ട് ഖബറിനകത്തിറങ്ങി. ഖബറിന്റെ അകത്തിറങ്ങി മുസല്ല വിരിച്ചിട്ട് നിസ്കരിച്ചു. 10,000 റക്അത്തോളം ഖബറിന്റെ അകത്തിറങ്ങിയിരുന്നിട്ട് നിസ്കരിച്ചു ഉമ്മാ. അതുമാത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തുകൊണ്ട് ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് ഖുർആൻ ഓതുകയാ. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബറിനകത്തിറങ്ങിയിരുന്നു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. പടച്ചവനെ,
8000 പ്രാവശ്യം ഖത്തമോദി. ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 8000-ഓളം പ്രാവശ്യം സ്വന്തം കൈകൊണ്ട് കുടിച്ച ഖബറിനകത്ത് ഇറങ്ങിയിരുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖത്തമോദി. പടച്ചവനെ എല്ലാ ദിവസവും നോമ്പ്, രാത്രി ഉറക്കമില്ല, ഖുർആൻ ഓതലും ഇബാദത്തുമാണ്, എല്ലും തോലുമായി കണ്ണു കുടിഞ്ഞുപോയി. നഫീസത്തുൽ മിസ്രിയുടെ ഗ്ലാമർ മുഴുവനും പോയി, നിറം കറുത്തു, തൊലി കറുത്തു. പടച്ചവനെ എല്ലും തോലുമായി കുടുംബക്കാര് കടന്നു വന്നു. നഫീസ, എന്തൊരു കോലമാ നഫീസ, ഇത് എന്തു കോലമാ നഫീസ, നീ എങ്ങനെ നടന്നവളാണ്, നീ എങ്ങനെ നടന്നവളാണ്, നീ എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത്, എന്തിനാ ഒന്നുറങ്ങ് നഫീസ, ഒരല്പനേരമെങ്കിലും നിനക്കൊന്ന് ഉറങ്ങിക്കൂടെ, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, നീ ഇങ്ങനെ ജീവിച്ചാ മരിച്ചു പോകും നഫീസ. ഇങ്ങനെ പട്ടിണി കിടന്നാൽ, ഇങ്ങനെ ഉറക്കമൊഴിഞ്ഞാൽ നീ മരിച്ചു പോകും നഫീസ. ഉപദേശിച്ച കുടുംബക്കാരോട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് എന്തെന്നറിയോ? 30 കൊല്ലമായിട്ട് ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയോ? 30 കൊല്ലമായിട്ട് ഈ ഖബറിനകത്തിറങ്ങിയിരുന്ന് ഞാൻ അല്ലാഹുവോട് ചോദിക്കുന്നത് 2 കാര്യമാണ്. ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം, മരിക്കുമ്പോ നോമ്പുകാരിയായി മരിക്കണം. രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? ഖുർആൻ ഓതിയിട്ട് മരിക്കണം. 30 കൊല്ലം ഞാൻ അല്ലാഹുവോട് ചോദിക്കുന്നത് ഇതാ. പടച്ചവനെ, ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ മോഹം വന്നവര് തിരിച്ചുപോയി. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അവസാനം മരണമെടുത്തപ്പോ പോയിട്ട് മയ്യത്ത് കുളിച്ചു, സ്വന്തമായിട്ട് പോയി മയ്യത്ത് കുളിച്ചു. വാങ്ങിവെച്ച കഫൻ തുണിയും എടുത്തുകൊണ്ട് കുഴിച്ചിട്ട ഖബറിന്റെ ചാരത്ത് വന്നിട്ട് കിടക്കുകയാ. സ്വന്തം കൈകൊണ്ട് കുഴിച്ചിട്ട ഖബറിന്റെ ചാരത്ത് വന്നിട്ട് അസ്റായിലിനെ കാത്തു കിടക്കുകയാണ്. അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാം എന്ന് സലാം പറഞ്ഞു. മരിക്കുന്ന ദിവസം നോമ്പുകാരി, മരിക്കുന്ന ദിവസം നോമ്പുകാരി. 30 കൊല്ലം അല്ലാഹുവോട് ചോദിച്ചിട്ട് വാങ്ങിയ മരണമാണ്. മരിക്കുന്ന ദിവസം നോമ്പുകാരി. അല്ലാഹുവേ, മലക്കുകൾ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ നഫീസ ഖുർആൻ എടുക്കുകയാണ്. നഫീസത്തുൽ മിസ്രിയ ഖുർആൻ എടുക്കുകയാ, എന്നിട്ട് പാരായണം ചെയ്യുകയാ. ഏതായത്തെന്നറിയോ? ഏതായത്തെന്നറിയോ? ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹും വലിയുഹും. അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ആയത്ത്, അള്ളാന്റെ സ്വർഗത്തിന്റെ ആയത്തോതിയിട്ട് നഫീസ റളിയല്ലാഹു തആല അൻഹ മരണവേദന സഹിക്കാൻ പറ്റാതെ കിടന്നിങ്ങനെ പെടഞ്ഞപ്പോ മലക്കുകൾ ചോദിക്കുന്നു, നഫീസ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്തിനാ നഫീസ കരയുന്നത്? എന്തിനാ നഫീസ വേദനിക്കുന്നത്? നീ ദുഃഖിക്കുന്നത് എന്തിനാണ് നഫീസ? നോക്ക് നഫീസ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ കാത്തു നിൽക്കുകയാണ്. സ്വർഗത്തിലെ പട്ടാണ് നഫീസ. ഇതെന്തിനെന്നറിയോ? നിന്റെ റൂഹ് സ്വീകരിക്കാനാ. എന്തിനാ മോളെ കരയുന്നത്? പെങ്ങളെ, ഇതിനല്ലേ മരണമെന്ന് പറയുന്നത്? ഇത് സീരിയല് കണ്ട് കരയുന്നവൾ കള്ള കൊടുക്കുന്നതല്ല. പടച്ചവനെ മറന്ന് നടക്കുന്ന പെങ്ങള്, അല്ലാഹനെ മറന്ന് നടക്കുന്ന ചെറുപ്പക്കാരാ, ഖുർആൻ പറയുകയാ. അള്ളാന്റെ ഖുർആൻ പറയുന്നുണ്ട്, ആകാശ ലോകത്ത് നിന്നും മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുമടാ മോനെ. അസ്റായിലും തന്റെ കൂടെ വരുന്ന മലക്കുകൾ നിന്റെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കടന്നു വരുമ്പോ അവരടുത്തു വന്ന് നിന്നിട്ട് പറയും, കല്ലാ ഇദാ ബലഗത്തി ത്വറാഖിയ വകീല മൻ റാഖ്.
വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിൽ മസാഖ്. മലക്കുകൾ അടുത്ത് വന്ന് നിൽക്കും. മലക്കുകൾ അടുത്ത് വന്നിട്ട് പറയും, നിന്നെ കൊണ്ടുപോകാൻ വന്നതാടാ, നിന്റെ റൂഹ് പിടിക്കാൻ വന്നതാ, ആരെ വേണമെങ്കിലും വിളിക്ക്, നിന്നെ രക്ഷപ്പെടുത്താൻ ആരെ വേണമെങ്കിലും വിളിക്കടാ. എന്റെ പ്രിയപ്പെട്ടവരെ, മരണം നമ്മുടെ മുന്നിൽ ഒരു ദിവസം വരുമല്ലോ. എന്തേ ചിന്തിക്കാത്തത്? എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നീ? രക്ഷപ്പെടാൻ നിന്റെ കയ്യിൽ ഒന്നുണ്ടോ മനുഷ്യ? ഇന്ന് രാത്രി നീ മരിച്ചാ രക്ഷപ്പെടാ നിന്റെ കയ്യിൽ എന്തുണ്ട്? എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നീ? ഇത്രയും കാലം എപ്പോഴെങ്കിലും പള്ളിയിൽ പോയി നിസ്കരിച്ച ഒരു വഖ്ത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? നിന്റെയൊക്കെ ജീവിതത്തില് ചെയ്ത ഒരു വഖ്ത് നിസ്കാരം അല്ലാഹു സ്വീകരിച്ചെന്ന് പറയാ നിനക്ക് ചങ്കൂറ്റമുണ്ടോ? ജീവിതത്തിൽ ചെയ്ത ഒരു സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്ത ഒരു സദഖ, ഒരു നോമ്പ്, ഒരു ദിക്ർ, ഒരു നിസ്കാരം അല്ലാഹു സ്വീകരിച്ചെന്ന് പറയാൻ ഈമാനുള്ള ഏത് പെണ്ണായി മജ്ലിസിലുള്ളത്? എന്ത് ചെയ്തു മോനെ? ഇന്ന് രാത്രി മരിച്ചു പോയാ രക്ഷപ്പെടാ നിന്റെ കയ്യിൽ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? നെളിഞ്ഞു നടന്നാ പോരാ, എപ്പോ വേണമെങ്കിലും മരണം വരുമല്ലോ, എപ്പോ വേണമെങ്കിലും മരണം വരുമല്ലോ. പ്രായം വേണ്ട, രോഗം വേണ്ട, ക്യാൻസർ വന്നവര് മാത്രമല്ലല്ലോ മരിക്കുന്നത്. ഉസ്താദേ, എനിക്ക് മാരക രോഗമൊന്നുമില്ല. വേണ്ടടാ മോനെ. തു അമ്മീലു ഫിദ്ദുനിയാ തവീലം വലാ തദിരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിം മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീളിൻ ആശ ദഹ്റൻ അലാ ദഹ്രി. രോഗമുള്ളവര് മാത്രമല്ലല്ലോ മരിക്കുന്നത്. നിന്റെ വാപ്പ രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയിട്ട് വൈകിട്ട് വന്നത് വെള്ളത്തുണിയിലല്ലേ? നിന്റെ ഉപ്പ നിന്റെ ഉമ്മാടെ കൂടെ റൂമിന്റെ അകത്ത് കിടന്നില്ലേ? രാവിലെ എഴുന്നേറ്റില്ലല്ലോടാ ചെറുപ്പക്കാരാ. എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കിയവനല്ലേ നീ? എന്തേ നിനക്ക് തിരിയാത്തത്? എന്തേ നിനക്ക് തിരിയാത്തത്? അതുകൊണ്ട് ഉമ്മമാരോട്, പെങ്ങന്മാരോട്, എന്റെ സഹോദരങ്ങളോട് പറയുകയാ, മക്കളെ നന്നാകും മക്കളെ. എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. അതിന് പ്രായമോ സമയമോ രോഗമോ വേണ്ട. സമയമായ മരണം വരും. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അത്ര എളുപ്പമുള്ള കാര്യമല്ല. കോഴി അറുക്കുന്നത് കാണുന്നവരാ നിങ്ങള്. കന്നിനെ കഥാ പോത്തിനെ അറുക്കുന്നത് കാണുമല്ലോ. കോഴിക്കടയിൽ പോയിട്ട് കോഴി അറുക്കുന്നത് കാണാ നോക്കി നിൽക്കും. കോഴി ഇങ്ങനെ അറുത്ത് തറയിലിടുമ്പോ ചിറകിട്ടടിക്കും, കൈകാലിട്ടടിക്കും, തലയിട്ടടിക്കും. കോഴി ഇങ്ങനെ ഏറിലിങ്ങനെ പൊങ്ങിത്താഴും. നമ്മളത് നോക്കി നിൽക്കും. പോത്ത് കാലിട്ടടിച്ചും മരിക്കുന്നത്, തലയിട്ടടിച്ചും മരിക്കുന്നത് ഞാനും നിങ്ങളും ലൈവായി നോക്കി നിൽക്കും. ചിന്തിക്കാറുണ്ടോ? മരണവേദന സഹിക്കാൻ കഴിയാതെ പടയുന്നതല്ലേ? മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെയല്ലേ തലയിട്ടടിക്കുന്നത്, കാലിട്ടടിക്കുന്നത്, ചിറകിട്ടടിക്കുന്നത്? എന്നാ നിനക്കും ഇതുപോലെ ഒരു മരണം വരുമല്ലോ. ഇതുപോലെ ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരുമല്ലോ. പെങ്ങളെ, നീ പറയും, ഉസ്താദേ പ്രസവത്തിന് മരണവേദനയാ. ആരാ പറഞ്ഞത്? പ്രസവത്തിന് മരണവേദനയുണ്ടെന്ന് ആരാ പറഞ്ഞത്? മോളെ, പ്രസവത്തിന് മരണവേദനയല്ല, മരണവേദനയുടെ ഒരു അംശമേ പ്രസവ വേദനയ്ക്കുള്ളൂ. കാരണം നീ പ്രസവിച്ചപ്പോ ഒരു ഡോക്ടറും 4 നേഴ്സും നിന്റെ കയ്യും കാലും പിടിച്ചു. ഒരു ഡോക്ടറും 4 നേഴ്സുമാരും നിന്റെ കയ്യും കാലും പിടിച്ചു. റൂഹ് പിടിക്കുന്ന സമയത്ത് പിടിക്കുന്ന മലക്കിന്റെ എണ്ണം നിനക്കറിയോ? ഈ തൊണ്ടക്കുടിയിൽ നിന്ന് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് വലിച്ചു പറിക്കുന്ന സമയം 70 മുതൽ 70,000 മലക്കുകൾ. 70,000 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കുമെങ്കിൽ ഒന്ന് ചിന്തിക്കണോ?
70,000 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കണമെങ്കിൽ ആ മരണത്തിന്റെ വേദന എത്രയായിരിക്കും? ആ മരണത്തിന്റെ വേദന എത്ര വലുതായിരിക്കും? അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നബിതങ്ങൾ പോലും കരഞ്ഞെങ്കിൽ ഞാൻ എത്ര കരയും സഹോദര. എൻ്റെ മരണം എങ്ങനെ ആയിരിക്കും? നിങ്ങളുടെ ഓരോരുത്തരുടെയും മരണം എങ്ങനെയായിരിക്കും? എന്തേ ചിന്തിക്കാത്തത്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് അല്ലാഹ് പറഞ്ഞതല്ലേ? മുത്തുനബി മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു തന്നില്ലേ? അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാ, തൗബ ചെയ്യാതെ മരിക്കരുത്, തൗബ ചെയ്യാതെ മരിക്കരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, എപ്പോഴെവിടെ വെച്ചാ മരിക്കുന്നതെന്നറിയില്ല. എവിടെ വെച്ച് മരിച്ചാൽ ഈമാനോടുകൂടി വേണം മരിക്കാൻ. എവിടെ വെച്ച് മരിച്ചാൽ ഈമാനോടുകൂടി വേണം മരിക്കാൻ. 2, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം. ഓരോ രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് വേണം കിടക്കാൻ. ഏതു പാപം ചെയ്തു കഴിഞ്ഞാലും ഒരസ്തഗ്ഫിറുല്ലാ എങ്കിലും പറയണേ മോനെ, ഒരസ്തഗ്ഫിറുല്ലാ എങ്കിലും പറഞ്ഞിട്ട് വേണം നീ കിടക്കാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, 3 എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കടേ മോനെ. ഉപ്പമാരെ, ഉമ്മമാരെ, മക്കളെ നമ്പി നടന്നിട്ടൊരു കാര്യവുമില്ല. കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെയാ. ഉപ്പാന്റെ ഖബറെവിടാണെന്ന് ചോദിച്ച, എന്തിനാ വെള്ളിയാഴ്ച നീ പള്ളിയിൽ പോയി? നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിപ്പറമ്പിൽ നോക്ക്, ആള് കുറവാ. അവന്റെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, പോകാ സമയമില്ല, ദുആ ചെയ്യാ സമയമില്ല. നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാ, നാളെ നമ്മുടെ ഗതിയും ഇത് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, എന്തെങ്കിലും ചെയ്തു വെക്ക്. മരിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ അവനവൻ എന്തെങ്കിലും ചെയ്തു വെച്ചാ ഉപകാരപ്പെടും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.